ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ കറിയാണ്. തനി നാടൻ രീതിയിലാണ് ഞാൻ ഈ മട്ടൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത്, അതായത് കേരള സ്റ്റൈൽ മട്ടൻ കറി. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മട്ടൻ കറി ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം നമുക്ക് കുറച്ച് പൊടികൾ മൂപ്പിച്ചെടുക്കാനുണ്ട്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി എരിവിനനുസരിച്ച് വേണമെങ്കിൽ 2 ടേബിൾ സ്പൂൺ ആക്കാം, പക്ഷേ മല്ലിപ്പൊടി 3 ടേബിൾ സ്പൂൺ തന്നെ വേണം. അത് നമുക്ക് മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇവിടെ 1/2 kg മട്ടൻ എടുത്തിട്ടുണ്ട്. 25 ചുവന്നുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. 2 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചി ചതച്ചു. പിന്നെ 25 അല്ലി വെളുത്തുള്ളി, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു വലിയ സവോളയാണെങ്കിൽ 1 ചെറുതാണെങ്കിൽ 2 ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒട്ടും പുളിയില്ലാത്ത തൈര് വേണം, ഒട്ടും പുളി പാടില്ല, അങ്ങനെ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ചിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പാകത്തിനുപ്പ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഉപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ കാര്യങ്ങളെല്ലാം നമ്മൾക്ക് കുക്കറിലേക്ക് ചേർത്ത്, ഇപ്പം സമയമുണ്ടെങ്കിൽ ഇങ്ങനെ കുഴച്ചിട്ട് നമുക്ക് വല്ല പാനിലൊക്കെ ഇട്ട് വേവിക്കാം. സമയമില്ലെങ്കിൽ നമുക്ക് നേരെ കുക്കറിലിട്ടിട്ട് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചേർത്ത് വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം മട്ടനിൽ നല്ല നെയ്യുള്ളതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. ചേർക്കണവർക്ക് ചേർക്കാം. ഇനി കൈ വെച്ച് നന്നായി മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിത് നന്നായി കുഴച്ചെടുക്കണം. നല്ല മട്ടൻ്റെ ഉള്ളിലേക്ക് ഇതിൻ്റെ എല്ലാ ഫ്ലേവറും കയറിപ്പോകുന്ന പോലെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ച ശേഷം നമുക്കിത് പെട്ടെന്ന് തന്നെ വേവിച്ചെടുക്കാം. വെള്ളത്തിന് പകരം ഞാൻ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വെള്ളം ചേർത്തില്ലെങ്കിലും ഇതിൽ നിന്ന് വെള്ളം ഊറി വരും. മട്ടനിൽ നിന്നും സവോളയിൽ നിന്നും ഒക്കെ വെള്ളം ഊറി വരും. എന്നാലും ഞാൻ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് ഇനി ഞാൻ ഒരു വിസിൽ തീ കുറച്ച് 10 മിനിറ്റാണ് വെക്കാൻ പോകുന്നത്. അതിനിടയിൽ നമുക്കിതിന് വേണ്ട മസാല മുപ്പിച്ചെടുക്കാം. പട്ട, ഗ്രാമ്പ്, ഏലക്ക, പെരിഞ്ചീരകം, പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകവുമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് മസാല ഉള്ളതുകൊണ്ട് മിക്സിയുടെ ജാറിൽ വെച്ച് പൊടിച്ചാൽ അധികം പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ചെറിയ അമ്മി ഉണ്ടെങ്കിൽ അതിൽ വെച്ച് പൊടിച്ചെടുക്കുകയാണെങ്കിൽ നന്നായി പൊടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മസാലയും പൊടിച്ച് മാറ്റി വെച്ചു. ഇനി നമ്മൾ മട്ടൻ വെന്തോ നോക്കാം. അപ്പോൾ ഒരു വിസിൽ വന്ന് തീ കുറച്ച് 10 മിനിറ്റ് വെച്ചപ്പോൾ കറക്റ്റ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിനെ കറിയാക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി എടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മൾ 15 ചുവന്നുള്ളി, നല്ല വലുതാണെങ്കിൽ 3-4 പീസാക്കാം, അല്ലെങ്കിൽ നടു കീറിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായി വഴന്ന് മൂത്ത് തുടങ്ങുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു വലിയ സവോള ചേർത്ത് കൊടുക്കുക. ഇനി സവോളയും നന്നായി മൂത്ത് വരണം. ആ സമയത്തിലേക്ക് നമുക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും വഴന്ന് വരട്ടെ. നമ്മൾ പിന്നീട് ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊന്നും നമുക്കിതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ആവശ്യത്തിന് മട്ടനിൽ നേരത്തെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാതും നന്നായി വാടിക്കഴിയുമ്പോൾ നമ്മൾ വേവിച്ച മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഇതിലേക്ക് ഗരം മസാല ഒന്നും ചേർത്തിട്ടില്ല, നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. പട്ട, ഗ്രാമ്പ്, ഏലക്ക, പെരിഞ്ചീരകം, കുരുമുളക്, കുറച്ച് ജീരകം എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ ഈ ഗരം മസാല. ഇത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതി വയ്ക്കാം എത്രയൊക്കെ അളവെടുത്തിട്ടുണ്ടെന്ന്. ഇനി നമ്മൾ ആ പൊടിയിൽ പകുതി ചേർത്ത് കൊടുക്കുക. നമ്മളിതിൻ്റെ ഫ്ലേവർ അനുസരിച്ചാട്ടോ ചേർത്ത് കൊടുക്കണം. നമുക്ക് ചിലപ്പോൾ ഈ മൊത്തം പൊടി ചേർക്കുമ്പോൾ നന്നായിട്ട് ഗരം മസാല ഫ്ലേവർ വരും. അപ്പോൾ അത് നോക്കി ചേർക്കുക. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് ചേർത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ വീണ്ടും 1 കപ്പ് തേങ്ങാപ്പാൽ, നമുക്ക് ചാറ് എത്ര വേണോ തേങ്ങാപ്പാലാണ് ചേർക്കേണ്ടത്, വെള്ളമല്ല ചേർക്കേണ്ടത്. അപ്പോൾ അത്രയും തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ 1 കപ്പ് ചേർത്തു. ഈ കുറഞ്ഞ തീയിൽ ഈ തേങ്ങാപ്പാൽ ഇതിനോടൊന്ന് മിക്സ് ചെയ്യാനും, അല്ലെങ്കിൽ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവറായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം തീ കുറച്ച് വേവിക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ആ ഗരം മസാലയിൽ നിന്ന് കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തു. ചിലപ്പോൾ നമുക്ക് മുഴുവനും ചേർക്കേണ്ട വരില്ല. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഫ്ലേവർ എത്ര വേണം നോക്കിയിട്ട് ചേർക്കുക. അവസാനം നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിക്കും. ഇനി കടുക് പൊട്ടിക്കണം എന്നുള്ളൊരു കടുക് പൊട്ടിക്കാം, ഉള്ളി കാച്ചണം എന്നുള്ളവർക്ക് ഉള്ളി കാച്ചാം. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ അത്യാവശ്യം ചുവന്നുള്ളിയൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ, 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇളക്കിയെടുത്താൽ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്ത്